ശ്രീ എൻ ശ്രീകുമാർ, ഒരുപക്ഷെ ഈ വാർത്തകൾ പുറത്തു വരുന്ന ഒരു സാഹചര്യത്തിൽ മാധ്യമങ്ങളെടുത്തൊരു നിലപാടുണ്ട്. എവിടെ അന്വേഷണം? പ്രതിപക്ഷം ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. എവിടെ ADGPക്കെതിരെ അന്വേഷണം? അതുതന്നെയാണ് നേരത്തെ ഷിജു ഖാൻ ചോദിച്ചത്. ഈ വിഷയങ്ങൾ നേരത്തെ വന്ന സമയത്ത് ആദ്യം സുജിത് ദാസിനെതിരെ അന്വേഷണമുണ്ടോ? സുജിത് ദാസിനെതിരെ അന്വേഷണം സസ്പെൻഡ് ചെയ്തു. ADGPക്കെതിരെ അന്വേഷണം തുടങ്ങി. ഇവിടെ ഇപ്പോൾ ഇന്ന് ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം മാധ്യമങ്ങളുടെ ഒരു മൗനം പ്രതിപക്ഷം ഇതിനെ പ്രഹസനമായി കാണുന്ന ഒരു രീതി എനിക്ക് പക്ഷേ ഈ സാഹചര്യത്തിൽ ഓർമ്മ വരുന്നത്, ഒരുപക്ഷെ കോൺഗ്രസ്സുകാർക്ക് പഴയ ചില ഓർമ്മകൾ ഉണ്ടാകാം. ഈ പോലീസുകാരെ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ എങ്ങനെയൊക്കെ രാഷ്ട്രീയ സാധ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തി എന്നുള്ള ഓർമ്മകൾ, ആ ഓർമ്മകളിൽ നിന്നുകൊണ്ടുള്ള ചില പ്രതികരണങ്ങളായി തന്നെ വേണം കോൺഗ്രസിൻ്റെ ഈ പ്രതികരണങ്ങളെ കാണേണ്ടത്. ശ്രീ എൻ ശ്രീകുമാർ. നോക്കൂ ശ്രീ സിജു, ഇന്ന് അന്വേഷണത്തിന് മുഖ്യമന്ത്രി ഉത്തരവിട്ടു. ഇടതുപക്ഷ ഗവൺമെൻറ് അവരുടെ ADGP RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിനെക്കുറിച്ചുള്ള ആരോപണം അന്വേഷിക്കാനായിട്ടാണ് ഉത്തരവിട്ടത്. ഇത് പ്രതിപക്ഷം ഉന്നയിച്ചത് ഏതാണ്ട് 21 ദിവസം മുമ്പാണ്. ഇന്ന് ആ ഉത്തരവിറങ്ങിയ ശേഷം CPMൻ്റെ സ്വതന്ത്ര MLA പറഞ്ഞത് 2024 ഏറ്റവും വലിയ തമാശ എന്നാണ്. സൂര്യനെ പോലെ RSS നേതാവിനെ കണ്ട കാര്യം ഉദിച്ചു നിൽക്കുമ്പോൾ എന്തന്വേഷണം എന്ന് പരിഹസിച്ചത് CPM വോട്ട് ചെയ്ത് ജയിപ്പിച്ച MLA ആണ്. അപ്പോൾ ആ MLAയുടെ ഒരാക്ഷേപം തന്നെ ഈ അന്വേഷണ പ്രഹസനമാണെന്ന് തെളിയുന്നു. അപ്പോൾ ഇവിടെ നാളെ പ്രതിപക്ഷമോ മാധ്യമങ്ങളോ ഒന്നും പറയേണ്ട കാര്യമില്ല. മാധ്യമങ്ങൾ ഇന്ന് മൗനം പാലിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, അവർ വാർത്ത ഇന്ന് പറയുന്നു. മൗനം പാലിക്കുക എന്ന് വെച്ചാൽ അത് അന്വേഷണവും ചർച്ചയൊക്കെ നടത്തണ്ടേ, അതൊക്കെ അവർ എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ, വിരോധമില്ല. പക്ഷേ ഇത് പ്രഹസനമാണെന്ന് CPM സ്വതന്ത്ര MLA പറയുമ്പോൾ ആ പ്രഹസനമല്ലേ സത്യത്തിലെ ഗവൺമെൻറ്റിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടി? മാധ്യമങ്ങൾ എന്തിനാണ് പഴി പറയുന്നത്? ഈ ADGP MR അജിത് കുമാർ RSS നേതാക്കളെ കണ്ടത് ഏതാണ്ട് 1.5 വർഷം മുമ്പാണ്. ആ 1.5 വർഷം മുമ്പ് കണ്ട കാര്യം അന്നത്തെ ശ്രീ പിണറായി വിജയൻ്റെ സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് ഗവൺമെൻറ്റിനെ അറിയിച്ചു. എന്നിട്ട് എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വെളിപ്പെടുത്തുന്നവരെ മിണ്ടാതിരുന്നത്? എന്നിട്ട് ഇപ്പോൾ എന്തിനാണ് അന്വേഷണം നടത്തുന്നത്? ഇതൊക്കെ വിശദമായി ചർച്ച ചെയ്താൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അവരൊരു വലിയ തെറ്റ് തിരുത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. കാരണം ഘടകകക്ഷിയായ CPI MR അജിത് കുമാറിനെതിരെ അന്വേഷണം നടത്തണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ട് അവരുടെ പാർട്ടി പത്രത്തിൽ മുഖപ്രസംഗം എഴുതി. അതുമാത്രമല്ല, പാർട്ടിയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പ്രകാശ് ബാബു പരസ്യമായിട്ട് പ്രസ്താവന നടത്തി. പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഒരു ചോദ്യം ചോദിച്ചു. എന്താണ് കേരളത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള ADGPക്ക് എന്ത് വിജ്ഞാനമാണ് RSS നേതാക്കളിൽ നിന്നും പഠിക്കാൻ അദ്ദേഹം പോയത് എന്ന് ചോദിച്ചു. ദേശീയ സെക്രട്ടറി ശ്രീമതി ആനി രാജ ADGPയെ മാറ്റി നിർത്തണമെന്ന് ആവശ്യപ്പെട്ടു. എന്നിട്ട് ഇപ്പോഴാണ് ഇവര് ഈ അന്വേഷണം പ്രഖ്യാപിച്ചത്. താങ്കൾക്ക് അറിയാത്ത കാര്യമല്ല, ഈ നമ്മുടെ ഈ അഖിലേന്ത്യാ സർവീസ് ചട്ടം എന്ന് പറയുന്ന ചില ചട്ടങ്ങളുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ നമ്മൾ ഈ സംസാരിക്കുമ്പോൾ പോലും ADGP എന്ന് പറയുന്ന സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള രണ്ടാമത്തെ ഉദ്യോഗസ്ഥനാണ്. 1969 അഖിലേന്ത്യാ സർവീസ് ചട്ടപ്രകാരം എന്തെങ്കിലും രാഷ്ട്രീയ വൈരത്തിൻ്റെ പേരിലോ മറ്റെന്തെങ്കിലും കാരണത്തിലോ അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെ എതിരെ നടപടിയെടുക്കാൻ കഴിയില്ല. ആ അപ്പീൽ എടുക്കുന്നതിനുള്ള ആ ചട്ടം എന്ന് പറയുന്നത് അതിപ്പോൾ കേന്ദ്ര സർക്കാർ അത് നിയമഭേദഗതി ചെയ്യാനിരിക്കുകയാണ്. 1969 ചട്ടം ഇവിടെ ഈ പോലീസ് സർവീസിൽ ADGP MR അജിത് കുമാറിനടക്കം ബാധകവുമാണ്. ആ വിഷയങ്ങളിരിക്കുമ്പോൾ അതാണ് ഞാൻ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞത്. കാള പെട്ടെന്ന് കേട്ടപ്പോൾ കയറെടുക്കുന്നത് പോലെ ലാഘവത്തോടെ എടുക്കാൻ പറ്റുന്ന തീരുമാനമല്ല. ഇതിനൊരു കോഴ്സ് ഓഫ് ആക്ഷൻ ഉണ്ട്, ഒരു സമയക്രമമുണ്ട്, അത് കൃത്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു പ്രശ്നം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. താങ്കളോട് ഞാൻ ആദ്യം ചോദിച്ചൊരു ചോദ്യമുണ്ട് ഇതിനകത്ത്. എന്തുകൊണ്ട് കോൺഗ്രസ് ഇതിങ്ങനെ നിൽക്കുന്നു എന്ന് പറയാൻ കോൺഗ്രസിൻ്റെ ചില ഓർമ്മകളുണ്ട്. ഇവിടെ ജയറാം പടിക്കൽ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ രാഷ്ട്രീയമായി ഉപയോഗിച്ചത് ആരാണ്? അതോടൊപ്പം TV മധുസൂദൻ എന്ന് പറഞ്ഞ പോലീസ് മേധാവി ചെയ്തു കൂട്ടിയത് എന്തൊക്കെയാണ്? പുലിക്കോടൻ നാരായണൻ എന്ന് പറയുന്ന തീരെ ചെറിയൊരു ഉദ്യോഗസ്ഥൻ്റെ നിലപാടുകൾ എന്തായിരുന്നു? അങ്ങനെ ഈ പോലീസ് വളരെ ഈ കുപ്രസിദ്ധരായ ചില പോലീസ് ഉദ്യോഗസ്ഥരെ വഴിവിട്ട രീതിയിൽ ഉപയോഗിക്കുകയും
അവരുടെ നിലപാടുകൾ മൂലം സർക്കാരിന് തന്നെ നാണക്കേടുണ്ടായതിൻ്റെ ചരിത്രം കോൺഗ്രസ്സുകാർക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ആയിരിക്കാം ഇവിടെ നടക്കുന്നതെന്ന് ഒരു ബോധ്യം അവർക്കുള്ളത് കൊണ്ടാണ് ഈ പ്രശ്നത്തിന് അങ്ങനെ കൊണ്ടുവരികയും ചെയ്തത്. ശ്രീകുമാർ, താങ്കൾ കുറേ പോലീസ് ഉദ്യോഗസ്ഥരുടെ പേര് പറഞ്ഞു. അതിലൊരാളുടെ പേര് വിട്ടുപോയി, രമൺ ശ്രീവാസ്തവ. അദ്ദേഹം കെ കരുണാകരൻ്റെ ഏറ്റവും അടുത്ത പോലീസ് ഉദ്യോഗസ്ഥനാണെന്നും അദ്ദേഹത്തെ അന്നത്തെ പ്രതിപക്ഷ നേതാവായ EK നായനാർ പരിഹസിച്ചത് ആ പേര് ഞാനിവിടെ പറയില്ല. അങ്ങനെ പരിഹസിച്ച രമൺ ശ്രീവാസ്തവയെ പിന്നീട് CPM ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പോലീസിൻ്റെ ഉപദേശകനായിട്ട്, കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഉപദേശകനെ വെക്കുന്നത് പോലീസിൽ, ശ്രീ രമൺ ശ്രീവാസ്തവയെ വെച്ചു. അതും കൂടെ ഞാൻ സജ്ജനെന്ന് ഓർമ്മിപ്പിക്കുകയാണ്, അത് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. ഞാനിവിടെ പറഞ്ഞത് IAS ചട്ടങ്ങളും IPS ചട്ടങ്ങളും ഒക്കെ നമുക്കറിയാം, അതൊക്കെ ഉണ്ടാവട്ടെ. 16 മാസം മുമ്പ് നടന്നൊരു കൂടിക്കാഴ്ചയെക്കുറിച്ച് ഇപ്പോഴാണ് അന്വേഷണം പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ കാലയളവൊക്കെ ഇഷ്ടംപോലെ കിട്ടി. അതുമാത്രം ഇവിടുത്തെ വിഷയം രാഷ്ട്രീയ വിഷയമല്ലിത്. ക്രമസമാധാന ചുമതലയുള്ള ഒരു ADGP RSS നേതാക്കളെ കാണാൻ പോയത് എന്തിനാണ്? മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടാണോ? അല്ലേ? അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു എനിക്കങ്ങനെ ആവശ്യപ്പെടേണ്ട കാര്യമില്ല, എനിക്ക് ആ സ്വഭാവമില്ല, CPM ഗവൺമെൻറ്റിന് അങ്ങനെ ഒരു ദൂതനെ വെക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. ശരി, എങ്കിൽ പിന്നെ എന്തിനാണ് ഇന്ന് അന്വേഷണം വെച്ചത്? അപ്പോൾ മുഖ്യമന്ത്രി മിനിങ്ങാന്ന് പറഞ്ഞത് ഇന്ന് അദ്ദേഹം തിരുത്തി എന്നല്ല എൻ്റെ അർത്ഥം. അത് മാത്രമല്ല, ഇടതുമുന്നണി താങ്കൾ രണ്ടിനെയും ഒരുമിച്ച് കാണുകയാണ്. അതിനകത്ത് മുഖ്യമന്ത്രി പറഞ്ഞത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് പൊളിറ്റിക്കലാണ് പറഞ്ഞത്, ഇങ്ങനെ രാഷ്ട്രീയ കാര്യത്തിനായി പോലീസുകാരെ ഉപയോഗിക്കേണ്ടതില്ല LDF സർക്കാരിനും CPM-നും. രണ്ടാമത്തെ പ്രശ്നം എന്താണ്? ഇവിടെ പൊതുസമൂഹത്തിന് മുന്നിൽ ഒരു സംശയത്തിന് നിലനിൽക്കുകയാണ്. എന്തിന് RSS വധത്തിൽ, ഗാന്ധി വധത്തിലടക്കം പങ്കുള്ള RSS എന്ന് പറയുന്ന ആ സംഘടനയുടെ നേതാവിനെ, രാം മാധവനെ അടക്കം കണ്ട വാർത്തകൾ പിന്നീട് നമ്മൾ കണ്ടതാണല്ലോ. എന്തിന് കണ്ടു എന്നുള്ള ചോദ്യം നിൽക്കുമ്പോൾ അത് ശക്തിമത്തായ ആരോപണങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും സർക്കാർ അതിന് അന്വേഷണം തുടരും. അത് അങ്ങനെ തന്നെയാണ് കാണുകയും ചെയ്തിട്ടുള്ളത്.